എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ജീവിതത്തിലെ 30 വയസ്സിന് ശേഷം സാമ്പത്തിക ഉന്നതിയൊക്കെ നേടുന്ന 5 നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഞാനീ പറയുന്ന നാളുകാർക്ക് 30 വയസ്സ് വരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. എങ്കിലും അവരുടെ ഒരു 30 വയസ്സിന് ശേഷം അവർക്ക് സാമ്പത്തിക സ്ഥിരതയോടെയൊക്കെ മുന്നേറാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ചതുപോലെയൊക്കെയുള്ള ഒരു നേട്ടങ്ങൾ അവരുടെ അനുഭവത്തിലൊക്കെ വരാനിടയുള്ള നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനന സമയമനുസരിച്ച് ഇവരുടെ അനുകൂല ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അവർ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനില വെച്ചിട്ട് ഇവരുടെ ബലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ ഉണ്ടാകാമെങ്കിലും പൊതുവെ ഈ നാളുകാർക്ക് 30 വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിരതയോടെയൊക്കെ മുന്നേറാൻ സാധിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക കീർത്തി നേടും എന്നൊരു ചൊല്ലുണ്ട്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാകയാൽ ഏത് മേഖലയിലും ജ്വലിക്കുന്ന നക്ഷത്രക്കാർ എന്നാണ് കാർത്തിക നക്ഷത്രക്കാരെ പറ്റി പൊതുവേ പറയാറുള്ളത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ആണായാലും പെണ്ണായാലും നല്ല തേജസ്വികളായിരിക്കും. അവരെ കണ്ടാൽ ഒരു പ്രഭുവിന് തുല്യവും ആയിരിക്കും. അവർക്ക് ധാരാളം വിദ്യ കാണും, ധനത്തോടു കൂടിയവരും ഒക്കെ ആയിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർ. എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചും അതുപോലെ ജീവിതത്തിലൊക്കെ എന്ത് ത്യാഗം സഹിച്ചും ഒക്കെ ഇവർക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ഒരു 30 വയസ്സ് വരെ ഇവർ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാലും 30 വയസ്സിന് ശേഷം ഇവർക്ക് സാമ്പത്തിക ഉന്നതി പ്രാപിക്കാനും അതുപോലെ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ എത്താനും ഒക്കെ സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരെ പറ്റി പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർ അനവധി വിഷയങ്ങളിൽ അറിവുള്ളവരും അതുപോലെ ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് അതീവ ശ്രദ്ധ ഉള്ളവരാണ്. ഇവരുടെ ജീവിതത്തിൽ ഈ 30 വയസ്സിന് ശേഷം കൂടുതൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അതുപോലെ ഇവർ ജനിക്കുന്നത് ബുധൻ്റെ രാശിയിലുള്ള ജനനമാകയാൽ ഇവർക്ക് നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. ഇവരുടെ ഏകദേശം 32 വയസ്സ് മുതൽ 42 വയസ്സ് വരെയൊക്കെയുള്ള 10 വർഷം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തൊക്കെ എത്താൻ പറ്റുന്ന ഒരു സമയപരിധിയാണ് 32 മുതൽ 42 വയസ്സ് വരെയുള്ള ഈ 10 വർഷം. ഈ 10 വർഷക്കാലം കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നതാണ്. പൊതുവെ ഇവരുടെ ജാതകത്തിൽ ദോഷമോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഇവർക്ക് ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാൻ തന്നെ സാധിക്കുന്നതാണ്. അടുത്ത നാൾ മകമാണ്. ഈ മകൻ നക്ഷത്രക്കാർ പുരുഷനായാലും സ്ത്രീ ആയാലും ഇവർക്ക് ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ അല്പം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. പിന്നീടെല്ലാം ഇവർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്നതാണ്. 27 വയസ്സിനൊക്കെ മുന്നേ ഇവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്ന കാര്യത്തിൽ അല്പം പ്രയാസം നേരിടേണ്ടതായി വരും. പിന്നീട് ആ കുടുംബത്തിൻ്റെ ഉയർച്ച തന്നെ ഇവരിലൂടെ ആയിരിക്കും. ഇവർക്ക് ധാരാളം സമ്പത്തും അതുപോലെ ഇവരെ പരിപാലിക്കുന്നതിന് സേവകരും ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇവർക്ക് ഈ സമൂഹത്തിലും ഒക്കെ ഈ ഉന്നതപരമായിട്ടൊക്കെ സൗഹൃദമൊക്കെ ഉണ്ടാകുന്നതിനാൽ അതിലൂടെയും ഇവർക്ക് നേട്ടം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഈ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ യൗവനത്തിൻ്റെ 2ാം ഘട്ടം മുതൽക്കാണ് ഈ കൂട്ടർക്ക് കൂടുതൽ പുരോഗതി ദൃശ്യമാകുന്നത്. കുട്ടിക്കാലം മുതൽ ചെറുപ്പകാലം മുതലേ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. എന്നാൽ പിന്നീട് ഇവർക്ക് നല്ല ജോലി അല്ലെങ്കിൽ നല്ല ബിസിനസ് ഇതൊക്കെ ലഭിക്കുകയും 30 വയസ്സിന് ശേഷം ഇവരുടെ ധനവർദ്ധനവൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം കഷ്ടപ്പെടുന്നതിനുള്ള ഒരു പ്രതിഫലം ഇവർക്ക് ലഭിക്കുന്നത് 30 വയസ്സിന് ശേഷം ആയിരിക്കും. അടുത്ത നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. ഈ അവിട്ട നക്ഷത്രക്കാർ സ്വാഭാവികമായി നല്ല ആരോഗ്യമുള്ളവരാണ്. അതുപോലെ
ഇവർ പണം സമ്പാദിക്കുന്നതിൽ മിടുക്കരുമാണ്. അതുപോലെ രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെയധികമുണ്ട്. അതുപോലെ ഇവരുടെ പെരുമാറ്റ രീതി ഒരു കർക്കശ രീതിയിലുള്ളൊരു പെരുമാറ്റ രീതിയാണ് ഇവരുടേത്. അതുപോലെ എന്ത് തീരുമാനമെടുക്കാനും ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് തീരുമാനമെടുക്കാനും കഴിവുള്ളവരാണ് ഈ കൂട്ടർ. എല്ലാ മേഖലയിലും ഇവർ എത്തിപ്പെടുന്ന മേഖലകളിലെല്ലാം മികച്ച വിജയം നേടാനും ഇവർക്ക് കഴിയുന്നതാണ്. അതുപോലെ വൈകാരികമായിട്ടൊക്കെ വിഷമം നേരിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവരുടെ സാമ്പത്തിക രംഗം സ്ഥിരതയുള്ളതായിരിക്കും. സ്ഥിരതയുള്ളൊരു സാമ്പത്തിക രംഗം ഇവർക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇവർ എന്തെങ്കിലും ഒരു ഉദ്യോഗ സ്ഥാനത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉന്നത സ്ഥാനം തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത രേവതിയാണ്. എല്ലാ ആശയങ്ങളെയും സ്വീകരിക്കാനും ആ ആശയങ്ങളൊക്കെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനുമുള്ള കഴിവ് രേവതി നക്ഷത്രക്കാർക്കുണ്ട്. എന്ത് പ്രശ്നവും പരിഹരിക്കാൻ കഴിവുള്ളവരാണ് ഈ കൂട്ടർ. കഠിന പരിശ്രമത്താൽ ഏത് മേഖലയിലും ഇവർക്ക് ജീവിത വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അല്പം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും 30 വയസ്സിന് ശേഷം ഇവർക്ക് ജീവിത പുരോഗതിയിൽ എത്തിച്ചേരാൻ തന്നെ സാധിക്കുന്നതാണ്. ഇത്രയും നക്ഷത്രക്കാർക്കാണ് 30 വയസ്സിന് ശേഷം കൂടുതലായും പുരോഗതി കണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.